നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ ഈ പ്രത്യേക പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. മറ്റുള്ളവർ ആരോപിക്കുന്നത് പോലെ സർവാധിപനാം കർത്താവ് എന്നുള്ള പ്രാർത്ഥനാ സമയത്ത് അൾത്താരയിലേക്ക് തിരിയാൻ പാടില്ല എന്ന വൈദികർക്ക് രൂപതാധ്യക്ഷൻ നിലയിൽ പിതാവ് നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? ഞാൻ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മള് തക്സയില് പറഞ്ഞിരിക്കുന്ന പോലെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ്. ഈ പർട്ടിക്കുലർ കാര്യം തക്സയിൽ എടുത്തു പറഞ്ഞിട്ടില്ല. വിഷയം ഇങ്ങനെ തന്നെ സിനഡിൽ കൊണ്ടുവന്നു. അപ്പൊ അത് മറ്റേ ആലഞ്ചേരി പിതാവ് ഉള്ളപ്പോ ഈ വിഷയം വന്നപ്പോ പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ വിരി ഉള്ള സ്ഥലങ്ങളിൽ മാത്രം തിരിഞ്ഞാൽ മതിയെന്ന് നേരത്തെ ഒരു ഡിസിഷൻ ഉണ്ട്. അത് സെൻസിബിൾ ആണ്. കാരണം ആ നേരത്തെ വിരി തുറക്കുന്നു. പാലയിലും ചങ്ങനാശ്ശേരിയിലും ഒക്കെ ചില പള്ളികളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. വെരി ബ്യൂട്ടിഫുൾ മൊമെന്റ്. ആ സമയത്ത് വിരി തുറക്കുന്നു, മണിയടിക്കുന്നു, ലൈറ്റ് ഇടുന്നു, ധൂപിക്കുന്നു. അതിലൊരു സെൻസ് ഉണ്ട്. ഇത് നമ്മള് ഒരു ഓപ്പൺ സ്പേസില് അല്ലെങ്കിൽ വിരിയില്ലാത്ത സ്ഥലത്ത് ഇത് ചെയ്യുമ്പോ അങ്ങനെ ഒരു ഡിസിഷൻ കൂടി കിടക്കുന്നതിന്റെ പേരിലാണ്. എന്നിട്ട് അതായത് നമ്മുടെ അവിടെ തന്നെ ദ്വാരകയില് വലിയ പിതാവ് ഒരിക്കൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പിതാവ് തിരിഞ്ഞില്ല. പിതാവോ? പിതാവ് തിരിഞ്ഞില്ല. നമ്മുടെ പരിശുദ്ധ ബലിയർപ്പണത്തിൽ ശോശാപ്പ ഉപയോഗിക്കുന്ന ഒരു പതിവ് നമ്മുടെ പൗരസ്ത്യ ആരാധന രീതിക്കുണ്ട്. നമ്മുടെ ഇവിടെ വൈദികർ ശോശാപ്പ ഉപയോഗിക്കുന്നില്ലെന്നുള്ളതാണ് മറ്റുള്ളൊരു വലിയൊരു ആരോപണം. അതെന്താ ശോശാപ്പ ഉപയോഗിക്കേണ്ടത് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ എവിടെയാണെങ്കിലും എന്റേതായിട്ട് അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ കാണിച്ചു തരാന്നുണ്ടെങ്കിൽ ഞാൻ അനുസമാധാനം. അപ്പൊ അതിനർത്ഥം പിതാവ് അങ്ങനെയും പറഞ്ഞിട്ടില്ല, ശോശാപ്പ ഉപയോഗിക്കരുത് എന്ന് ആർക്കും നിർദ്ദേശം കൊടുത്തിട്ടില്ല. അച്ഛന്മാര് ഉപയോഗിക്കുന്നുണ്ടോ ശോശാപ്പ്? നമ്മള് പിതാക്കന്മാരെ നേരെ തിരിഞ്ഞിട്ടെന്ത് കാര്യം? ഫരീദാബാദ് രൂപതയില് പരിപൂർണമായിട്ടും ഏകീകൃത ബലിയർപ്പണമാണോ നടക്കുന്നത്? നമ്മുടെ എവിടെയും നടക്കാത്തത്. അവര് പറയുന്ന ഒരു പള്ളിയുടെ പേര് എടുത്ത് പറഞ്ഞായിരുന്നു, ലക്ഷ്മി നഗർ പാരിഷ്. ലക്ഷ്മി, അതായത് ഇത് ഈ പറഞ്ഞ ഈ സംഘടനക്കാരെ എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞതാണ്, നമ്മള് തുടങ്ങിയപ്പോ 2 പള്ളിക്കാര് ബുദ്ധിമുട്ട് പറഞ്ഞു. ഇമ്മീഡിയറ്റ് ആയിട്ട് കാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ഒന്ന് ബെർണാല, ഒന്ന് ലക്ഷ്മി നഗർ. ഒന്ന് പഞ്ചാബിലും ഒന്ന് ഡൽഹിയിലും. അതെ. അത് 2 പേർക്കും ടൈം ബൗണ്ട് ആയിട്ട് ഞാൻ ഡിസ്പെൻസേഷൻ കൊടുത്തു. അത് കുറച്ച് നാൾ കഴിഞ്ഞ് ഇപ്പൊ ഈ ബെർണാല എടുത്ത് കളഞ്ഞു. ബെർണാല ഈസ് നൗ ഫുള്ളി 100% സിനഡ് മാസമാണ്. ഇവിടെ ക്രമേണ ഇത് എടുത്ത് കളയും. ഇത് ഇൻഡെഫിനിറ്റ് അല്ല, പക്ഷെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇൻഡെഫിനിറ്റ് ആണെന്നുള്ള. അപ്പൊ അതിനൊരു ടൈം ലിമിറ്റ്, ടൈം ബൗണ്ടിൽ എത്ര കാലത്തേക്കാണ്? ലിമിറ്റ് ഉണ്ട്, ടൈം ലിമിറ്റ് ഉണ്ട്. ആ ടൈം ലിമിറ്റ് കഴിയുമ്പോ നമ്മളത് നിർത്തും. അങ്ങനെയാണ് നമ്മൾ ഒരിക്കലും ബെർണാലയിൽ മാറ്റി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പിതാവ് പറയുന്ന അനുസരിച്ച് ലക്ഷ്മി നഗറിൽ ഇപ്പൊ നടക്കുന്ന കുർബാന രീതി മാറി ഏകീകൃത കുർബാനയിലേക്ക് തീർച്ചയായിട്ടും വരും എന്നാണ് പിതാവ് പറയുന്നത്. 100%. ഇവിടെ മർത്തോമ കുരിശ് എന്തുകൊണ്ട് ഫരീദാബാദ് രൂപതയിൽ നിന്ന് മാറ്റപ്പെടുന്നു, അല്ലെങ്കിൽ അവർ ആരോപിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാല് പല സ്ഥലങ്ങളിലും മർത്തോമ കുരിശ് അല്ലെ മാർസ്ലീവ അൾത്താരയിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ബേമയിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് എടുത്ത് മാറ്റാന് കർശന നിർദ്ദേശം രൂപതാധ്യക്ഷൻ നൽകി. അതുവഴി വൈദികര് ഈ കുരിശെടുത്ത് മാറ്റിയെന്നാണ് ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാർ പറയുന്നത്. അതിനെപ്പറ്റി എന്താണ് പിതാവ്? അതിനകത്ത് എന്റെ ഒരു സർക്കുലർ വായിച്ചു കഴിഞ്ഞാൽ കൃത്യം മനസ്സിലാവും. അതിനകത്ത് കൃത്യമായിട്ട് എന്തുകൊണ്ട് ആണ് തക്സയില് ആ രീതിയിലുള്ള ഒരു പരാമർശം ഉണ്ടായെന്നുള്ളത് അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം. തക്സയിൽ മർത്തോമക്കുരിശ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടില്ല എന്നല്ലേ അങ്ങ് പറയുന്നത്? അതെ. അത് തക്സയിൽ പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ ഒരു പാരമ്പര്യമൊക്കെ അനുസരിച്ച് പൊതുവെ നമ്മള് ആ കാര്യത്തില് ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് കറ്റൻഡറി ആയിട്ട് എന്തെല്ലാം മാറ്റങ്ങൾ നമ്മൾ ഈ പ്രാവശ്യത്തിൽ തക്സയിൽ വരും. ഇത് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് എന്റെ കാര്യം ഇതുപോലെ തന്നെ ഒരു അടുത്ത റിവിഷനിൽ വരുമ്പോഴത്തേനും അത് കൊണ്ടുവരും. അത് ഉപയോഗിക്കുന്നിടത്ത് നിങ്ങളത് ഉപയോഗിക്കരുത് അങ്ങനെ നിർദ്ദേശം പിതാവ് കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ പറഞ്ഞത്, ഞാൻ ഇപ്പോഴും പറയുന്നത് പൊതുവായിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് ചെയ്യണമെന്നാണല്ലോ നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. അതെ. ആ നിർദ്ദേശം കൃത്യം സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പം പൊതു നിർദ്ദേശം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കാം. അല്ല, അത് സ്പെസിഫൈ ചെയ്തിട്ടില്ല. പിന്നെ ചില സ്ഥലത്ത് അത് ഉപയോഗിക്കുന്നത് പറഞ്ഞിട്ടുള്ളതെല്ലാം ബ്രാക്കറ്റഡ് ആണ്. അല്ല, അത് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങള് പൊതുവെ അത് അവോയ്ഡ് ചെയ്യാറില്ല. മാർസ്ലീവ എന്ന് ഉദ്ദേശിക്കുന്നത് ചില സ്ഥലങ്ങൾ, ഇപ്പൊ നമ്മുടെ തന്നെ പള്ളികളിൽ ഞാൻ ചില പള്ളികളിൽ കണ്ടിട്ടുണ്ട് മാർസ്ലീവ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അത് അവരിപ്പം പറയുന്ന ആ മാർസ്ലീവ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് പോലും, എന്ന് പറഞ്ഞാൽ മർത്തോമ കുരിശ് ഉപയോഗിച്ചിരുന്ന സ്ഥലത്ത് പോലും അത് മാറ്റപ്പെട്ടു. അത് രൂപതാധ്യക്ഷൻ കർശന തക്കീത് കൊടുത്തതുകൊണ്ട് എടുത്ത് മാറ്റിയതാണെന്നാണ് ഈ ഇങ്ങനെ ഒരു ആരോപണം ഉള്ളത്.
പൊതുവായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് തക്സേല റൂബ്രിക്സ് നമ്മൾ പാലിക്കണം. തക്സയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതേപടി പാലിക്കണം എന്നുള്ളൊരു നിർദ്ദേശമുണ്ട്. ഓക്കെ, വളരെ നല്ല കാര്യം. അതെ, അങ്ങനെയുള്ള നമ്മള് യൂണിഫൈഡ് ഏകീകൃത കുർബാനയുടെ മെയിൻ ബേസ് അതാണല്ലോ. അത് തീർച്ചയായിട്ടും ശരിയാണ്. താങ്കളുടെ ഒരു സർക്കിൾ ഇറങ്ങിയതിനകത്ത് പറയുന്ന ഒരു ലൈൻ അവർ എടുത്തു പറയുന്നുണ്ട്. പ്രവാസി രൂപത ആയതുകൊണ്ട് നമ്മള് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ കോംപ്രമൈസ് ചെയ്യണം എന്ന രീതിയിൽ പറയുന്നു. അങ്ങനെ അവര് പറയുന്നത് ഡൽഹി കോംപ്രമൈസ് അല്ല, നമ്മളത് അതിന്റെ സാഹചര്യങ്ങൾ അനുസരിച്ച് നോക്കി കണ്ടും ചെയ്യണം. പ്രവാസി രൂപത എന്ന് പറയുന്നത് ഫരീദാബാദ് രൂപത തന്നെയല്ല, ഇന്ത്യക്ക് പുറത്തും രൂപതകളുണ്ട്. അവരൊന്നും ചെയ്യാത്ത കാര്യങ്ങള് ഫരീദാബാദിൽ മാത്രം എന്താ ഇത്ര പ്രത്യേകത? കാര്യം അവരൊക്കെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്, ഇന്ത്യക്ക് പുറത്തുള്ള രൂപതകൾ പോലും. നമ്മള് വേറെ രൂപത ചെയ്യണോ അതേമാതിരി തന്നെ ഇവിടെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഇല്ല, പരിശുദ്ധ കാനഡയില് മാറി അല്ലെങ്കിൽ US മാറി എന്നും പറഞ്ഞുകൊണ്ട് നമ്മള് അതേമാതിരി ചെയ്യണമെന്നില്ലല്ലോ. പരിശുദ്ധ ബലിയർപ്പണത്തെ സംബന്ധിച്ചിടത്തോളം തക്സയിൽ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ പൂർണ്ണമായിട്ടും പാലിക്കുന്നുണ്ട്. മർത്തോമാ കുരിശിന്റെ കാര്യത്തില് അത് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുമില്ല. ഏകീകൃത കുർബാന നമ്മുടെ എല്ലാ പള്ളികളിലും നമ്മൾ ഈ പറഞ്ഞ 2021 തുടങ്ങിയിട്ട് പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം കുപ്രചരണങ്ങളാണ്. മറ്റുള്ളതെല്ലാം കുപ്രചരണങ്ങളാണ്. അത് ഏകീകൃത കുർബാന തന്നെയാണ് നടക്കുന്നത്. പിന്നെ മറ്റു പറയുന്ന ആരോപണങ്ങളൊക്കെ ഇല്ലാത്ത കാര്യങ്ങളാണ്. അതെ, ഓക്കെ പിതാവേ. ഫരീദാബാദ് രൂപതാധ്യക്ഷൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടു. അദ്ദേഹം പറയുന്നത് പൂർണ്ണമായിട്ടും തക്സയിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഫരീദാബാദ് രൂപതയിൽ ബലിയർപ്പണം നടക്കുന്നത് എന്ന്. സർവാധിപനാം കർത്താവേ എന്ന ഭാഗത്ത് വൈദികർ അൾത്താരയിലേക്ക് തിരിയുന്നില്ല എന്നുള്ള പരാതിക്കുള്ള മറുപടിയായി അദ്ദേഹം പറയുന്നത്, സർവാധിപനാം കർത്താവേ എന്ന പ്രാർത്ഥനയുടെ ഭാഗത്ത് അൾത്താരയിലേക്ക് തിരിയണമെന്ന് തക്സയിൽ പ്രത്യേകം എടുത്തു പറയുന്നില്ല എന്നുള്ളതാണ്. സംഭവം ശരിയാണ്, തക്സയിൽ അങ്ങനെ എടുത്തു പറയുന്നില്ല. വൈദികർ അൾത്താരയിലേക്ക് തിരിയണം എന്ന് പ്രത്യേകമായി തക്സയിൽ എടുത്തു പറയുന്നില്ല എന്നുള്ള കാര്യം സത്യമാണ്. അതിനോടൊപ്പം അദ്ദേഹം പറയുന്നത്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സിനഡിൽ പലവട്ടം ചർച്ചയ്ക്ക് വന്നതാണ്. എന്നിട്ടും സിനഡ് പിതാക്കന്മാർ എന്തുകൊണ്ടാണ് തക്സയിൽ ഇത്തരമൊരു മാറ്റം വരുത്താതിരുന്നത്? ചോദ്യം ന്യായമാണ്. ഇത് സിനഡ് പിതാക്കന്മാർ ചെയ്യേണ്ട കാര്യമായിരുന്നു, അവർ ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു. എന്തുകൊണ്ട് അവർ അങ്ങനെ ഒരു തിരുത്ത് അതിൽ വരുത്തിയില്ല? അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു, മുൻ സഭാധ്യക്ഷൻ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് ഡൽഹിയിൽ ദ്വാരകയിൽ ബലിയർപ്പിച്ച സമയത്ത് സർവാധിപനാം കർത്താവ് എന്ന പ്രാർത്ഥനാ സമയത്ത് അദ്ദേഹവും അൾത്താരയിലേക്ക് തിരിഞ്ഞില്ല എന്നാണ് ഇവിടെ ഭരണിക്കുളങ്ങര പിതാവ് പറയുന്നത്. അത് സത്യമാണെങ്കിൽ അതിന് മറുപടി പറയേണ്ടത് മാർ ജോർജ് ആലഞ്ചേരി പിതാവാണ്. ഇതിനുള്ള വിശദീകരണത്തിൽ അദ്ദേഹം പറയുന്നത്, ഡൽഹിയിലെ ദേവാലയങ്ങളിൽ വിരിയില്ല. വിരിയുള്ള ദേവാലയങ്ങളിൽ പുരോഹിതർ അൾത്താരയിലേക്ക് തിരിയുന്നത് നല്ലതാണ്, അത് മനോഹരവുമാണ്. ചങ്ങനാശ്ശേരി, പാല തുടങ്ങിയ രൂപതകളിൽ ഇത്തരം വിരിയുള്ള ദേവാലയങ്ങളുണ്ട്. അവിടെ പുരോഹിതർ സർവാധിപനാം കർത്താവേ എന്ന പ്രാർത്ഥനാ സമയത്ത് അൾത്താരയിലേക്ക് തിരിയുന്നുണ്ട്. വളരെ മനോഹരമായ കീഴ്വഴക്കമാണെന്നൊക്കെ അദ്ദേഹം സമ്മതിക്കുന്നതോടൊപ്പം തന്നെ ഡൽഹിയിൽ എന്തുകൊണ്ട് ഇല്ല? അതോ വിരിയില്ലാത്തത് കൊണ്ടാണോ ഡൽഹിയിൽ വൈദികർ തിരിയാത്തത് എന്നുള്ള വോയിസ് ഓഫ് ട്രൂത്തിന്റെ ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന മറുപടി, ഞാൻ ആരോടും തിരിയരുത് എന്ന് പറഞ്ഞിട്ടില്ല. തക്സയിൽ എന്താണോ അത് ചെയ്യുവാൻ മാത്രമേ ഞാൻ നിർദ്ദേശിച്ചിട്ടുള്ളൂ. തിരിയുന്നവരോട് തിരിയരുതെന്നോ തിരിയാത്തവരോട് തിരിയണമെന്നോ പ്രത്യേകം പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം ഇവിടെ അർത്ഥമാക്കുന്നത്. ഒരു രീതിയിൽ പറഞ്ഞാൽ അത് സത്യമായിരിക്കാം. കാരണം ഫരീദാബാദ് രൂപതയിലെ ഡൽഹിയിലെ ദേവാലയങ്ങളിൽ പല ദേവാലയങ്ങളിലും അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ദേവാലയങ്ങളിലും സർവാധിപനാം കർത്താവേ എന്ന പ്രാർത്ഥനാ സമയത്ത് വൈദികർ അൾത്താരയിലേക്ക് തിരിയുന്നുണ്ട്. അവിടെ വിരിയില്ല എന്നുള്ളത് സത്യമാണെങ്കിൽ പോലും വൈദികർ തിരിയുന്നുണ്ട് എന്നുള്ള സത്യം അവിടെ പരിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അറിയാം. അപ്പോൾ ഏതെങ്കിലും ദേവാലയത്തിൽ ഏതെങ്കിലും വൈദികർ സർവാധിപനാം കർത്താവേ എന്ന പ്രാർത്ഥനാ സമയത്ത് അൾത്താരയിലേക്ക് തിരിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ആ വൈദികരുടെ കുഴപ്പമാണ്. കാരണം രൂപതാധ്യക്ഷൻ എടുത്തു പറയുന്നു, ഞാൻ ഒരിടത്തും വൈദികർക്ക് അൾത്താരയിലേക്ക് തിരിയരുത് എന്ന നിർദ്ദേശം കൊടുത്തിട്ടില്ല. തക്സയിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് ചെയ്യാനാണ് ഞാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ്. എന്തായാലും വിരിയില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ അൾത്താരയിലേക്ക് തിരിയാത്തത് എന്ന് പറയുന്നവർക്കുള്ള വലിയൊരു മറുപടിയാണ് ആരാധന പണ്ഡിതനായ മാർ
ആന്റണി നരികുളം പറയുന്ന വീഡിയോ ഭാഗം നമുക്ക് ഏതായാലും ഒന്ന് കേട്ടു നോക്കാം. ഇദ്ദേഹം എന്താണ് ഈ തിരിച്ചലിനെ പറ്റി പറയുന്നത് എന്ന്. ജനാഭിമായിട്ട് ചെല്ലുമ്പോ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്നങ്ങനെ ജനങ്ങൾ നോക്കി പറയുക. സർവാധിപനാം കർത്താവെ നിന്നെ ഞങ്ങൾ വണങ്ങി സ്തുതിക്കുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെ ജനങ്ങൾ നോക്കി നിൽക്കുക. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പറയുമ്പോൾ എങ്ങനെ ജനങ്ങൾ നോക്കി നിൽക്കുക. അതൊക്കെ ആൾക്കാരിലേക്ക് നോക്കി പറയേണ്ടത്. ആരാധനാക്രമ പണ്ഡിതനായിരുന്ന ഒരു വൈദികന്റെ വാക്കുകൾ നമ്മൾ കേട്ടു. അതിലുപരി ഈ ഭാഗത്ത് തക്സയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം. നിങ്ങളുടെ സ്ക്രീനിലുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇവിടെ പറയുന്നത് മധുഭവയുടെ വിരി നീങ്ങുന്നു, ശുശ്രൂഷി മധുഭവയിൽ പ്രവേശിച്ച് വലത് വശത്തു നിന്ന് തുടങ്ങി ദേവാലയത്തിന്റെ മുഖ്യ കവാടം വരെ ധൂപിക്കുന്നു എന്നാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശുശ്രൂഷി മധുബഹയിൽ പ്രവേശിച്ച് അൾത്താര ധൂപിക്കുന്നു എന്നാണ്. അത് ഐച്ഛികമായിട്ടല്ല കൊടുത്തിരിക്കുന്നത്. കാരണം ഇവിടെ വിരി ഉണ്ടെങ്കിലും വിരി ഇല്ലെങ്കിലും ശുശ്രൂഷി അൾത്താരയിൽ പ്രവേശിക്കുന്നു, മധുബഹ ധൂപിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ കേട്ടതുപോലെ ഫാദർ ആന്റണി നരികുളം പറഞ്ഞതുപോലെ ഇതേ സമയത്ത് പുരോഹിതരും ജനങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് അൾത്താരയിലേക്ക് തിരിഞ്ഞ് അൾത്താരയെ വണങ്ങുക, അൾത്താരയെ നമിക്കുക അഭികാമ്യമാണ്. ഇവിടെ തക്സയിൽ പ്രത്യേകം തിരിയണമെന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളത് മുടന്ത ന്യായങ്ങൾ മാത്രമാണ്. ശരിയാണ്, തക്സയിൽ അത് പ്രത്യേകം എടുത്ത് പറയണമായിരുന്നു. അത് തീർച്ചയായിട്ടും സിനഡ് പിതാക്കന്മാരുടെ തെറ്റാണ്, അല്ലെങ്കിൽ ഈ തക്സ രൂപീകരിച്ചവരുടെ തെറ്റാണ്. അത് അവർ തിരുത്തുമെന്ന് തന്നെ നമ്മൾക്ക് വിശ്വസിക്കാം. ഏതായാലും നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് മാർ കുര്യാക്കോസ് ഭരണക്കുളങ്ങര പിതാവ് പറഞ്ഞ മറുപടികളുടെ കാര്യങ്ങളാണ്. അദ്ദേഹം സോശാപ്പയുടെ കാര്യത്തിൽ എടുത്തു പറയുന്നത് ഒരിടത്തും സോശാപ്പ ഉപയോഗിക്കരുത് എന്ന്. വൈദികർക്ക് ഞാൻ ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. തക്സയിൽ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട് സോശാപ്പ ഉപയോഗിക്കേണ്ട ഭാഗങ്ങൾ. അത് ഐച്ഛികമല്ല, ഡബിൾ ബ്രാക്കറ്റിലല്ല എന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ സോശാപ്പ ഉപയോഗിക്കാത്ത വൈദികർ ഫരീദാബാദ് രൂപതയിൽ ഉണ്ടെങ്കിൽ അത് രൂപതാ മെത്രാന്റെ നിർദ്ദേശമല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയ സ്ഥിതിക്ക് അത് വൈദികരുടെ തെറ്റാണ്. ഏത് വൈദികർ, ഏത് പുരോഹിതർ പരിശുദ്ധ ബലിയർപ്പണ സമയത്ത് സോശാപ്പ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ആ ബലിയർപ്പണം അപൂർണമാണ്. അത് ഏകീകൃത ബലിയർപ്പണമോ അല്ലെങ്കിൽ ബലിയർപ്പണമോ ആയി തീരുന്നില്ല. കാരണം സോശാപ്പ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് വ്യക്തമായി തക്സയിൽ എടുത്തു പറയുന്നു. അപ്പോൾ അത് വൈദികരുടെ തെറ്റാണ്. ആ വൈദികരാണ് തെറ്റുകൾ തിരുത്തേണ്ടത്. കാരണം രൂപതാധ്യക്ഷൻ പ്രത്യേകം പറയുന്നു ഞാൻ അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ തക്സയിൽ പറഞ്ഞിരിക്കുന്ന റൂബ്രിക്സ് പൂർണ്ണമായിട്ടും ഉപയോഗിക്കാത്ത വൈദികരുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ അത് ചെയ്യുക. അപ്പോൾ മാത്രമേ പരിപൂർണമായിട്ടുള്ള ബലിയർപ്പണം അവിടെ നടക്കുന്നുള്ളൂ. നിങ്ങൾ രൂപതാധ്യക്ഷനെ കുറ്റപ്പെടുത്തുവാൻ പോകേണ്ട. കാരണം അദ്ദേഹം പൂർണ്ണമായും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഞാൻ അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടില്ല എന്നുള്ളത്. അടുത്ത പരാതി വിശ്വാസികൾക്ക് വേണ്ടി വോയിസ് ഓഫ് ട്രൂത്ത് അദ്ദേഹത്തോട് ചോദിച്ച അടുത്ത ചോദ്യം, ഫരീദാബാദ് രൂപതയിൽ പൂർണ്ണമായും ഏകീകൃത ബലിയർപ്പണം നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടതാണ്. ഫരീദാബാദ് രൂപതയിലെ രണ്ട് ഇടവകകളിൽ, ഒന്ന് പഞ്ചാബിലെ ബർണാലയിലും 2 ഡൽഹിയിലെ ലക്ഷ്മി നഗറിലും ഏകീകൃത ബലിയർപ്പണത്തിന് താൽക്കാലികമായി ഡിസ്പെൻസേഷൻ നൽകിയിരുന്നു. അതിൽ ബർണാലയിൽ ഡിസ്പെൻസേഷൻ തീർന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഇപ്പോൾ പൂർണ്ണമായും ഏകീകൃത ബലിയർപ്പണമാണ് നടക്കുന്നത്. ലക്ഷ്മി നഗറിലും ഉടൻ തന്നെ ഏകീകൃത ബലിയർപ്പണം തുടങ്ങും എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഇവിടെ ഡിസ്പെൻസേഷൻ കൊടുക്കുന്ന കാലാവധി നീണ്ടു പോകരുത് എന്ന് കാനോൻ നിയമത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിന് കൃത്യമായ ഒരു മറുപടി അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയില്ല എന്നുള്ളതും സത്യമാണ്. ലക്ഷ്മി നഗർ ഇടവക ദേവാലയത്തിൽ എന്താണ് അദ്ദേഹത്തിന്റെ നിവൃത്തികേട് എന്ന് ഞങ്ങൾക്കും മനസ്സിലാകുന്നില്ല. എങ്കിലും ഡൽഹിയിലെ ലക്ഷ്മി നഗർ ഇടവക ദേവാലയത്തിൽ ഉടൻ തന്നെ അല്ലെങ്കിൽ ആസന്ന ഭാവിയിൽ തന്നെ സീറോ മലബാർ സഭയുടെ ഏകീകൃത ബലിയർപ്പണം തുടങ്ങുമെന്ന് അദ്ദേഹം ഞങ്ങൾക്കും ഉറപ്പ് നൽകി കഴിഞ്ഞു. നിങ്ങൾ അത് കേട്ടതാണ്. ഇനിയുള്ള ഒരു വിഷയം മാർത്തോമാ സ്ലീവായുടെ ഉപയോഗത്തിന്റെ കാര്യമാണ്. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി എന്നെ സമീപിച്ചവരോടും ഞാൻ കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. വീണ്ടും പറയുന്നു, തക്സയിൽ എവിടെയെങ്കിലും
മാർത്തോമാ സ്ലീവ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും പാലിക്കുവാൻ ഞാനും ബാധ്യസ്ഥനാണ്. എന്നാൽ തക്സയിൽ സ്ലീവ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് സത്യമാണ്. തക്സയിൽ മാർത്തോമാ സ്ലീവ എന്ന് പറഞ്ഞിട്ടില്ല, സ്ലീവ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സുറിയാനി ഭാഷയിൽ മാർ സ്ലീവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലത്തീനിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഹോളി ക്രോസ് എന്ന അർത്ഥത്തിലാണ് പരിശുദ്ധ കുരിശ്. നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, കുരിശ് യഹൂദരുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കർത്താവിന്റെ കാലഘട്ടത്തിൽ ശാപത്തിന്റെ അടയാളമായിരുന്നു. കുരിശിൽ മരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനായിരുന്നു. എന്നാൽ കുരിശ് പരിശുദ്ധിയുടെ അടയാളമായിട്ട്, പാവനതയുടെ അടയാളമായിട്ട്, പവിത്രതയുടെ അടയാളമായിട്ട് മാറിയത് ഈശോ കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റതിന് ശേഷമാണ്. അതായത് ശാപത്തിന്റെ അടയാളമായ കുരിശ് മരണത്തെ തോൽപ്പിച്ച് മഹത്വീകൃതനായി ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് ഈ പറയുന്ന കുരിശ് മഹത്വത്തിന്റെ അടയാളമായി മാറിയത്, പരിശുദ്ധിയുടെ അടയാളമായി മാറിയത്. മാർത്തോമാ കുരിശിനെ പുഷ്പിത കുരിശ് എന്നാണ് വിളിക്കുന്നത്. പുഷ്പിത കുരിശിന്റെ അർത്ഥം മഹത്വീകരിച്ച കുരിശെന്നാണ്. ഉയർത്തെഴുന്നേറ്റവന്റെ അടയാളം, അതാണ് മാർത്തോമാ കുരിശ് എന്ന് അർത്ഥമാക്കുന്നത്, മാർ സ്ലീവ എന്ന് അർത്ഥമാക്കുന്നത്. ഇവിടെ മാർ കുര്യാക്കോസ് ഭരണിക്കുളക്കര പിതാവ് പറയുന്നത് മാർത്തോമാ കുരിശ് എന്ന് പ്രത്യേകം എടുത്തു പറയുന്നില്ല, സ്ലീവ എന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്നാണ്. എന്നാൽ സുറിയാനി ഭാഷയിൽ, സുറിയാനി ആരാധനക്രമത്തിൽ സ്ലീവ എന്ന പദത്തിന് മാർ സ്ലീവ എന്ന് തന്നെയാണ് അർത്ഥമുള്ളത്. അത് സഭാപിതാക്കന്മാർക്ക് അറിവുള്ളത് കൊണ്ടായിരിക്കാം അവർ അത് പ്രത്യേകം തക്സയിൽ എടുത്തു പറയാതിരുന്നത്. അതിന്റെ ആനുകൂല്യം പറ്റി മാർത്തോമാ സ്ലീവ അല്ല മാർ സ്ലീവ എന്ന് പറയുമ്പോൾ നമ്മൾ സുറിയാനി കത്തോലിക്കരാണോ അതോ ലത്തീൻ കത്തോലിക്കരാണോ എന്ന് ഒന്ന് ചിന്തിക്കുന്നത് ഉചിതമായിരിക്കും. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പൗരസ്ത്യ സഭകളോട് നിങ്ങളുടെ പാരമ്പര്യത്തിലേക്ക് നിങ്ങൾ തിരിച്ചു പോകണമെന്ന് പറയുമ്പോൾ ആരാധനക്രമം മാത്രമല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്, അവിടെ ഇപ്പറയുന്ന റൂബ്രിക്സും ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണരേഖകൾ വായിക്കുന്നവർക്ക് മനസ്സിലാകും. എന്നിട്ടും നമ്മുടെ പിതാക്കന്മാർ ഇത്തരം നിർദ്ദേശങ്ങൾ തക്സയിൽ കൊടുക്കാതിരുന്നതിന്റെ പരിപൂർണ ഉത്തരവാദികൾ സീറോ മലബാർ സഭയുടെ പരിശുദ്ധ സൂനകദോസ് തന്നെയാണ്. അത് പിതാക്കന്മാർ ഇനിയെങ്കിലും തിരുത്തും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇവിടെ മാർ കുര്യാക്കോസ് ഭരണിക്കുളക്കര പിതാവ് പറയുന്നത് പോലെ പല പ്രാവശ്യം തിരുത്തലുകളൊക്കെ വരുത്തിയതിനു ശേഷമാണ് തക്സ ഇന്നത്തെ സ്ഥിതിയിലേക്ക് വന്നത്. സഭയുടെ മെത്രാന്മാർ എല്ലാവരും ഇത് പല പ്രാവശ്യം വായിക്കുകയും ഭേദഗതികൾ നിർദ്ദേശിക്കുകയും തിരുത്തലുകൾ നടത്തുകയും ഒക്കെ ചെയ്തതിനു ശേഷമാണ് ഇപ്പോഴത്തെ രീതിയിൽ തക്സ രൂപപ്പെട്ടു വന്നത്. പൂർണ്ണമായും അത് ശരിയാണ്. ഈ പറയുന്ന മെത്രാന്മാർക്കൊക്കെ ഇത് കൃത്യമായി അറിവുള്ള കാര്യവുമാണ്. കാരണം കൃത്യമായി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റാസ കുർബാന ക്രമത്തിന്റെ ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, അതിന്റെ ആമുഖം ഒന്ന് വായിച്ചു നോക്കുക, അതിന്റെ നിർദ്ദേശങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങളുടെ ഒക്കെ വീടുകളിൽ കുർബാന പുസ്തകം ഉണ്ടാകും. വ്യക്തമായ ഭാഷയിൽ അതിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വിവരിച്ചു പറയുന്നുണ്ട്. ഇവിടെ തക്സ എത്ര പ്രാവശ്യം ഭേദഗതികൾക്ക് വിധേയമായി, എത്ര പ്രാവശ്യം തിരുത്തലുകൾ നടത്തിയെന്നൊക്കെ കൃത്യമായി തക്സയുടെ ആമുഖത്തിൽ പറയുമ്പോൾ ഇവിടെ വിശ്വാസികൾ ഉന്നയിക്കുന്ന സംശയങ്ങളും പരാതികളും എന്തുകൊണ്ട് ഈ മെത്രാന്മാർ ചിന്തിച്ചില്ല, അവർ നോക്കിയില്ല, അവർ തിരുത്തിയില്ല എന്നുള്ള ഒരു ചോദ്യം ഇവിടെ അവശേഷിക്കുകയാണ്. ഇതിന് പരിഹാരം കാണേണ്ടത് സീറോ മലബാർ സഭയുടെ സൂനകദോസ് തന്നെയാണ്, നമ്മുടെ പിതാക്കന്മാർ തന്നെയാണ്. ഇതേ കാര്യങ്ങൾ പല പ്രാവശ്യം വോയിസ് ഓഫ് ട്രൂത്തും നേരിട്ട് പിതാക്കന്മാരോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇനിയെങ്കിലും ഈ പ്രോഗ്രാം കാണുന്ന പിതാക്കന്മാർ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. നിങ്ങൾ അടുത്ത പ്രാവശ്യം സിനഡ് കൂടുമ്പോൾ തക്സയിലെ ഈ തിരുത്തലുകൾ, തക്സയിൽ ആവശ്യമായ തിരുത്തലുകൾ നിങ്ങൾ വരുത്തും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ചില ഭാഗങ്ങളിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്, ചില ഭാഗങ്ങളിൽ ഇത് മാത്രമേ ചെയ്യാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പോലും പരിശുദ്ധ ബലിയർപ്പണത്തിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളിൽ എന്തുകൊണ്ട് നിർദ്ദേശങ്ങൾ നൽകിയില്ല എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി ഇവിടെ അവശേഷിക്കുകയാണ്. 1967 താൽക്കാലികമായി അംഗീകരിച്ച തക്സയിൽ വേണ്ട ഭേദഗതികൾ വരുത്തി അത് പരിഷ്കരിക്കുവാൻ 1980 പൗരസ്ത്യ തിരുസംഘം സീറോ മലബാർ സഭാ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതനുസരിച്ച് മാറ്റം വരുത്തിയ കുർബാന തക്സ 1985 ഡിസംബർ 19 പൗരസ്ത്യ തിരുസംഘത്തിന്റെ സമ്മതത്തോടുകൂടി
1986 ഫെബ്രുവരി 8 കേരളത്തിൽ കോട്ടയത്ത് നടന്ന പരിശുദ്ധ ബലിയർപ്പണത്തിൽ ഇതേ തക്സ ഉപയോഗിച്ചുകൊണ്ട് സീറോ മലബാർ സഭയുടെ പുതുക്കിയ ആരാധനക്രമം പരിശുദ്ധ മാർ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നിർവഹിക്കുകയും, അതായത് ആഘോഷമായ റാസാക്രമത്തിൽ കുർബാന അർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ മാർ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നിർവഹിക്കുകയും, ഈ ആരാധനാക്രമത്തിന് 1989 ഏപ്രിൽ 3 പൗരസ്ത്യ തിരുസംഘത്തിന്റെ ഔദ്യോഗിക അംഗീകാരം കിട്ടുകയും ചെയ്തതാണ്. അടുത്ത 5 വർഷത്തേക്ക് ഈ തക്സയിൽ ഒരു മാറ്റങ്ങളും വരുത്തരുതേ എന്നുള്ള പൗരസ്ത്യ തിരുസംഘത്തിന്റെ നിർദ്ദേശമനുസരിച്ച് 1999 വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തി 1999 ഡിസംബർ 17 പൗരസ്ത്യ തിരുസംഘത്തിന്റെ ചില തിരുത്തലുകൾക്ക് ശേഷം ഔദ്യോഗിക അംഗീകാരം ലഭിക്കുകയും 2000 ജൂലൈ 3 ഇത് നടപ്പിലാക്കുകയും ചെയ്തു. ഇത് 1999 സിനഡിന്റെ തീരുമാനമാണ് അങ്ങനെ ഇവിടെ നടപ്പിലായത്. 2013 വീണ്ടും തക്സയിൽ ചില ആവശ്യമായ തിരുത്തലുകൾ നടത്തി തക്സ നവീകരിക്കുവാൻ ലിറ്റർജിക്കൽ കമ്മീഷനോട് സീറോ മലബാർ സഭയുടെ സിനഡ് ആവശ്യപ്പെടുകയും 2014 ഈ നവീകരണം സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുവാൻ സീറോ മലബാർ സഭയിലെ എല്ലാ മെത്രാന്മാരോടും സിനഡ് ആവശ്യപ്പെടുകയും അതിലേക്ക് പ്രത്യേകം ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്യുകയുണ്ടായി. മാർ തോമസ് ഇലവനാൽ ലിറ്റർജിക്കൽ കമ്മീഷൻ ചെയർമാനായും, മാർ പോളി കണ്ണൂക്കാളൻ, മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ, മാർ ജോസഫ് പെരുന്തോട്ടം, മാർ ജോസഫ് കല്ലറങ്ങാട്ട്, മാർ സെബാസ്റ്റ്യൻ ഇടയന്തരത്ത്, മാർ ജോർജ് പുന്നേക്കാട്ടിൽ, മാർ തോമസ് ചാക്യാത്ത് എന്നിവരടങ്ങുന്ന മെത്രാന്മാരുടെ ഒരു സ്പെഷ്യൽ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുകയും ഇവർ 2015 തക്സയിലെ പൊതു നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് അവതരിപ്പിക്കുകയും ചെയ്തു. കുർബാനയുടെ നവീകരണം സംബന്ധിച്ച് എല്ലാ രൂപതകളിലെയും സന്യസ്തർ, അൽമായർ, വൈദികർ തുടങ്ങിയവരോട് അവരുടെ അഭിപ്രായങ്ങൾ തേടുകയും എല്ലാ മെത്രാന്മാർക്കും ഇതിന്റെ കോപ്പികൾ അയച്ചു കൊടുത്ത് അവരോട് അന്തിമ നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സമർപ്പിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതൊക്കെ തക്സയുടെ ആരംഭത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്കൊക്കെ അത് വായിച്ചു നോക്കാം. 2017 സിനഡിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഡ്രാഫ്റ്റ് ഈ കമ്മിറ്റി സിനഡിൽ സമർപ്പിക്കുകയും 2019 സിനഡിൽ ഇത് ചർച്ച ചെയ്യുകയും ഇതിന് ശേഷവും എന്തെങ്കിലും ഭേദഗതികൾ ആവശ്യമുണ്ടെങ്കിൽ വരുത്തുവാൻ എല്ലാ മെത്രാന്മാർക്കും ഇതിന്റെ കോപ്പികൾ അയച്ചു കൊടുക്കുകയും ചെയ്തതാണ്. ഇതിനുശേഷം ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി 2020 സിനഡിൽ അന്തിമ തക്സയുടെ രൂപം അവതരിപ്പിക്കുകയും സിനഡ് ചില ഭേദഗതികളോടുകൂടി 2020 ജൂലൈ മാസം ഇതിന്റെ അന്തിമ രൂപം പൗരസ്ത്യ തിരുസംഘത്തിന് സമർപ്പിക്കുകയും ചെയ്തു. ഇത് അംഗീകരിച്ചുകൊണ്ട് പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കോൺഗ്രിഗേഷൻ കുർബാന തക്സ അംഗീകരിച്ചുകൊണ്ടുള്ള കൽപ്പന പുറപ്പെടുവിച്ചു. ഇത്രയും നീണ്ട ചർച്ചകളൊക്കെ നടത്തി രൂപീകൃതമായ തക്സയിൽ ഇപ്പോഴും ശരിക്കുള്ള മാറ്റങ്ങൾ നടന്നിട്ടില്ല, അല്ലെങ്കിൽ ആവശ്യമായ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യമാണ്. മുൻപോട്ടും ചില തിരുത്തലുകളും ഭേദഗതികളും ഒക്കെ തക്സയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര പിതാവ് പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ഡൽഹിയിലെ വിശ്വാസികളുടെ പരാതികൾക്ക് തീർപ്പ് കൽപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ തക്സയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തേണ്ടത് സീറോ മലബാർ സഭയുടെ പരിശുദ്ധ സൂരകദോസാണ്. അവർ അത് ചെയ്യണം. നിങ്ങളുടെ ഉത്തരവാദിത്തമാണത്. നിങ്ങളത് നിറവേറ്റി കൊടുത്ത് മറ്റുള്ള വിശ്വാസികൾക്കും അവരുടെ ഉള്ളിലുള്ള സംശയങ്ങൾ മാറ്റേണ്ടത്, ദൂരീകരിക്കേണ്ടത് പിതാക്കന്മാരുടെ കടമയാണ്. അതോടൊപ്പം തന്നെ പരിശുദ്ധ ബലിയർപ്പണ കാര്യത്തിൽ മാർത്തോമാ സ്ലീവായുടെ കാര്യത്തിൽ കടുംപിടുത്തം പിടിക്കാതെ വിശ്വാസികളോടൊപ്പം ചരിക്കണമെന്ന് മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര പിതാവിനോട് അഭ്യർത്ഥിക്കുവാനും ഞങ്ങൾ ഈ അവസരം വിനിയോഗിക്കുകയാണ്. തക്സയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുമ്പോഴും തക്സ ഒന്നുകൂടി മനസ്സിരുത്തി വായിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത്. പ്രത്യേകിച്ച് ഫരീദാബാദ് രൂപതയിലെ വൈദികരെല്ലാവരും പരിശുദ്ധ ബലിയർപ്പണത്തിന്റെ തക്സ മനസ്സിരുത്തി ഒന്ന് വായിക്കണം. തക്സയിൽ സ്ലീവ എന്ന് പറയുമ്പോൾ സുറിയാനി പാരമ്പര്യമനുസരിച്ച് അത് മാർത്തോമാ സ്ലീവ തന്നെയാണ്, അല്ലാതെ കുരിശ് എന്ന് മാത്രമല്ല അതിനർത്ഥമെന്ന് വൈദികരെങ്കിലും ഓർക്കണമെന്നാണ് ഞങ്ങൾക്ക് അവരെ ഓർമ്മപ്പെടുത്തുവാനുള്ളത്.
അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് പറയുവാനുള്ളത് സ്ലീവ എവിടെ ഉപയോഗിക്കണമെന്ന് തക്സയിൽ വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട്. റാസയിൽ ഉപയോഗിക്കേണ്ട ഭാഗത്ത് ഒന്നുകിൽ അത് ചതുരത്തിലാണ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഡബിൾ ബ്രാക്കറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഡബിൾ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ഭാഗങ്ങളൊക്കെയും റാസയിലും ആഘോഷമായ കുർബാന ക്രമത്തിലും ഉപയോഗിക്കേണ്ടതാണ്. എന്നാൽ ബ്രാക്കറ്റിൽ അല്ലാതെയും സ്ലീവായുടെ ഉപയോഗം തക്സയിൽ നമുക്ക് കാണാം. അപ്പോൾ തക്സയിൽ സ്ലീവ എന്ന് പറയുന്ന സ്ഥലത്ത് മാർത്തോമാ സ്ലീവായും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് തെറ്റല്ല. തക്സയിൽ പറഞ്ഞതനുസരിച്ച് നിങ്ങൾക്ക് മാർത്തോമാ സ്ലീവായും ഉപയോഗിക്കാം വൈദികരെ എന്നാണ് ഫരീദാബാദ് രൂപതയിലെ വൈദികരോട് ഞങ്ങൾക്കും പറയുവാനുള്ളത്. കാരണം രൂപത അധ്യക്ഷൻ മാർത്തോമാ സ്ലീവ ഉപയോഗിക്കരുത് എന്ന് പ്രത്യേക നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഇവിടെ തക്സയിൽ കൊടുത്തിരിക്കുന്ന പൊതു നിർദ്ദേശങ്ങളിൽ വന്നിരിക്കുന്ന പാകപ്പിഴവുകളാണ്. അതും അതിശയോക്തിപരമായിട്ടുള്ള പാകപ്പിഴവുകൾ. ഐച്ഛികം കൊടുത്തുകൊണ്ട് വേണമെങ്കിൽ മതി, വേണ്ടെങ്കിൽ വേണ്ട എന്ന് തരത്തിലുള്ള ഐച്ഛികം കൊടുത്ത് സീറോ മലബാർ സഭയുടെ പരിശുദ്ധ ബലിയർപ്പണത്തെ ഏകീകൃതമല്ലാതാക്കി തീർക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അത് മനസ്സിരുത്തി വായിക്കുന്നവർക്ക് മനസ്സിലാകും. ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്തടത്തും ഐച്ഛികം കൊടുത്ത് പരിശുദ്ധ ബലിയർപ്പണത്തെ ഏകീകൃതമല്ലാതാക്കി തീർത്ത് വികലമാക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഓരോ ഭാഗത്തും ഈ ഐച്ഛികം കൊടുത്ത് പരിശുദ്ധ ബലിയർപ്പണത്തെ എങ്ങനെയാണ് വികലമാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഏകീകൃതം അല്ലാതാക്കി തീർത്തിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, സീറോ മലബാർ സഭയുടെ പരിശുദ്ധ ബലിയർപ്പണത്തെ സംബന്ധിച്ചുള്ള സഭാതലവന്റെ ഡിഗ്രിയും പരിശുദ്ധ മാർപ്പാപ്പയുടെയും പൗരസ്ത്യ തിരുസംഘത്തിന്റെയും ആശംസകളും ലിറ്റർജി കമ്മീഷന്റെ പ്രസ്താവനകൾക്കുമൊക്കെ ശേഷം പൊതു നിർദ്ദേശങ്ങളിൽ വ്യക്തമായിട്ട് റാസയിൽ എന്തൊക്കെ ചെയ്യണം, ആഘോഷമായ കുർബാനകളിൽ എന്തൊക്കെ ചെയ്യണം, സാധാരണ ബലിയർപ്പണത്തിന് എന്തൊക്കെ ചെയ്യണമെന്നുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 7-ാം നമ്പറിൽ കൃത്യമായി പറയുന്നുണ്ട് ഏത് ഭാഗം മുതലാണ് പരിശുദ്ധ ബലിയർപ്പണത്തിന് അൾത്താരയിലേക്ക് തിരിയേണ്ടതെന്ന്. അനാഫറ മുതൽ വൈദികർ അൾത്താരയിലേക്ക് തിരിയണമെന്ന് വ്യക്തമായിട്ട് 7-ാം നമ്പർ നിർദ്ദേശത്തിൽ പറയുന്നു. എറണാകുളത്തെ ചില വിമതർ പറയുന്നത് ഈ 7-ാം നമ്പർ എന്ന് പറയുന്നത് പിന്നീട് തിരുത്തിയതാണ്, മാർപ്പാപ്പയുടെ അംഗീകാരത്തിന് ശേഷം തിരുത്തിയതാണ് എന്നുള്ളതാണ്. ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മറ്റുള്ളവരെ വിഡ്ഢികളാക്കുകയാ ചെയ്യുന്നത്. കാരണം ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തക്സ പൂർണ്ണമായും വായിക്കുന്നവർക്ക് അത് മനസ്സിലാകും. തക്സയുടെ നിർദ്ദേശങ്ങൾക്ക് മുൻപ് പൗരസ്ത്യ തിരുസംഘത്തിന്റെ പ്രീഫെക്റ്റിന്റെ ഒരു ആശംസയുണ്ട്, അതിനുശേഷം സഭാതലവന്റെ ഡിഗ്രി ഉണ്ട്. ഇതിലൊക്കെയും ഈ 7-ാം നമ്പറിലെ കാര്യങ്ങൾ വ്യക്തമായിട്ട് വിശദീകരിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിർദ്ദേശങ്ങളിലെ 7-ാം നമ്പറും ഇവർ പറയുന്ന കത്തുകളിലെ ഭാഗങ്ങളും ഒന്നാകുമ്പോൾ അതെങ്ങനെ തിരുത്തിയതാകും വിമതരെ എന്നാണ് എറണാകുളത്തെ വിമതരോട് സ്നേഹപൂർവം ചോദിക്കുവാനുള്ളത്. ഇവിടെ പൊതുനിർദ്ദേശങ്ങളിൽ റാസയിൽ ഉപയോഗിക്കേണ്ട ഭാഗം, ആഘോഷമായ കുർബാനകളിൽ ഉപേക്ഷിക്കേണ്ട ഭാഗം, റാസയിൽ ഉപയോഗിക്കേണ്ട ഭാഗങ്ങൾ ചതുരത്തിലും ഡബിൾ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് റാസയിലും ആഘോഷമായ ബലിയർപ്പണത്തിനും ഉപയോഗിക്കേണ്ടതും മറ്റുള്ള ഭാഗങ്ങൾ സാധാരണ കുർബാനകളിൽ ഉപയോഗിക്കേണ്ടതുമാണ്. അവിടെയും ഉപേക്ഷിക്കാവുന്ന ഭാഗങ്ങൾ, ഉപേക്ഷിക്കേണ്ട ഭാഗങ്ങൾ, ഉപയോഗിക്കേണ്ട ഭാഗങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഐച്ഛികം കൊടുത്തിട്ടുണ്ട്. ഏറ്റവും രസകരമായ ഒരു കാര്യം അതിൽ കാണാൻ സാധിക്കുന്നത് ഈ 3 രൂപത്തിലും ഉപേക്ഷിക്കാവുന്ന ഭാഗങ്ങൾ ചെറിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഒരു ചോദ്യം, ഈ ഭാഗം എന്തിനാണ് നിങ്ങൾ ചെറിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നത്? കാരണം 3 രൂപത്തിലും ഉപേക്ഷിക്കേണ്ടതാണെങ്കിൽ പിന്നെന്തിനാണ് തക്സയിൽ അങ്ങനെ ഒരു ഭാഗം കൊടുത്തത് എന്നും സഭാപിതാക്കന്മാരോട് ന്യായമായ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഏകീകൃത ബലിയർപ്പണം എന്ന് പറയുമ്പോൾ സീറോ മലബാർ സഭയിൽ ആകമാനം ഒരേ രീതിയിൽ ബലിയർപ്പണം നടത്തണം എന്നുള്ളതാണ്. ഇവിടെ എല്ലാ രൂപതകളിലെയും കാര്യം വിട്ടുകളയുക. ഒരു രൂപതയിൽ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഏകീകൃത ബലിയർപ്പണം നടക്കുമോ ഇത്തരത്തിലാണെങ്കിൽ? കാരണം ഇവിടെ ഐച്ഛികം ഉപയോഗിക്കുന്നത് വൈദികരാണ്, പുരോഹിതരാണ്. ഒരിടവകയിലെ ഒരു വൈദികൻ ഐച്ഛികമായ ചില ഭാഗങ്ങൾ വിട്ടുകളയുകയും മറ്റൊരു ഇടവകയിലെ പുരോഹിതൻ ഈ ഭാഗങ്ങൾ പരിശുദ്ധ ബലിയർപ്പണത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ഏകീകൃതമാകുന്നത്? ഈ 2 ഇടവകളിലും ബലിയർപ്പണത്തിൽ പങ്കെടുക്കുന്ന വിശ്വാസികൾ ഒന്നാണെങ്കിൽ അവർക്കിതെങ്ങനെ ഏകീകൃത ബലിയർപ്പണമാകും
സിനഡേ എന്ന് പരിശുദ്ധ സൂനകദോസിനോട് ഒരു ചോദ്യം ചോദിക്കുവാനുണ്ട്. ഇങ്ങനെ ഒരേ രൂപതകളിലെ പല ഇടവകളിൽ പോലും പല രീതിയിൽ ബലിയർപ്പണങ്ങൾ നടക്കുമ്പോൾ ഇത് ഏകീകൃത ബലിയർപ്പണമാണോ തോന്നിയവാസമാണോ എന്ന് വിശ്വാസികൾ ചിന്തിച്ചാൽ അവരെ തെറ്റു പറയുവാൻ ഒക്കത്തില്ല. കാരണം ആവശ്യമുള്ളിടത്തും അനാവശ്യ സ്ഥലങ്ങളിലും ഐച്ഛികം കൊടുക്കുകയാണെങ്കിൽ പിന്നെന്ത് ഏകീകൃതം? ഒന്നെങ്കിൽ ഈ ഐച്ഛികം എല്ലാം എടുത്തു മാറ്റുക, അല്ലെങ്കിൽ പൂർണ്ണമായും നിങ്ങളുടെ ഇഷ്ടത്തിന് ബലിയർപ്പിച്ചോളൂ എന്ന് വൈദികരോട് പറയുക. അതല്ലേ കുറച്ചുകൂടി ഉചിതമായിട്ടുള്ളത്. കാരണം ഇത് കഥാപ്രസംഗത്തിന്റെയോ നാടകത്തിന്റെയോ ഒരു ടെക്സ്റ്റ് അല്ല, ഇത് പരിശുദ്ധ ബലിയർപ്പണത്തിന്റെ ടെക്സ്റ്റാണ്. തക്സയിൽ പല മാറ്റങ്ങളും ഭേദഗതികളും വരുത്തിയതിനു ശേഷവും ഇത്തരം തിരുത്തലുകൾ ആവശ്യമായി വരുമ്പോൾ അത് ചിന്തിക്കേണ്ട വിഷയമായി മാറുന്നു. സിനഡ് അത് ചിന്തിക്കും, ഇതിൽ നടപടിയെടുക്കുമെന്ന് തന്നെ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ആർച്ച് ഡീക്കൻ എന്ന പദവും സ്ലീവ എന്ന പദവും ഒക്കെ ചതുരത്തിലും ഡബിൾ ബ്രാക്കറ്റിലും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം അത് റാസയിലും ആഘോഷമായ ബലിയർപ്പണത്തിലും മാത്രം ഉപയോഗിക്കേണ്ട കാര്യമാണ് എന്നാണ്. അങ്ങനെ വരുമ്പോൾ സുവിശേഷ പ്രദക്ഷിണ സമയത്ത് സ്ലീവ ഉപയോഗിക്കുന്ന കാര്യവും ഈ ചതുരത്തിലാണ് കൊടുത്തിരിക്കുന്നത് എന്നതിനർത്ഥം സാധാരണ ബലിയർപ്പണങ്ങളിൽ സ്ലീവായുടെ ഉപയോഗം ആവശ്യമില്ല എന്നല്ലേ എന്ന് കൃത്യമായി സിനഡ് വ്യക്തമാക്കണം, സഭാപിതാക്കന്മാർ വ്യക്തമാക്കണം. പരിശുദ്ധ ബലിയർപ്പണത്തിനിടയ്ക്ക് മാർത്തോമാ സ്ലീവ ഉപയോഗിക്കുന്ന കാര്യം ഒരു സ്ഥലത്ത് നിൽക്കട്ടെ. ഇവിടെ ദേവാലയങ്ങളിൽ പോലും മാർത്തോമാ സ്ലീവയ്ക്ക് വിലക്ക് കൽപ്പിക്കുമ്പോൾ ക്രൂശിത രൂപം മാത്രം ഉപയോഗിച്ചാൽ മതി എന്ന് പറയുമ്പോൾ സീറോ മലബാർ സഭയുടെ സുറിയാനി പാരമ്പര്യത്തെ ഓർത്തെങ്കിലും സഭയുടെ പൈതൃകത്തെ ഓർത്തെങ്കിലും മാർത്തോമാ സ്ലീവയുടെ ഉപയോഗം ദേവാലയങ്ങളിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നെങ്കിലും നിങ്ങൾ ഓർക്കണം വൈദികരെ എന്നാണ് ഫരീദാബാദ് രൂപതയിലെയും ഇത്തരത്തിൽ മാർത്തോമാ സ്ലീബയ്ക്കെതിരെ നിൽക്കുന്ന മറ്റ് രൂപതകളിലെ വൈദികരോടും ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, മാർത്തോമാ സ്ലീബ പുഷ്പിത കുരിശാണ്. അത് മഹത്വത്തിന്റെ അടയാളമാണ്, ഉത്ഥിതനായ യേശുവിന്റെ അടയാളമാണ്. ഇതിനെപ്പറ്റി ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പിതാവ് എന്താണ് പറയുന്നത് എന്നുകൂടി നമുക്ക് കേൾക്കാം. തോമസ് തറയിൽ പിതാവിന്റെ വാക്കുകളിലേക്ക്. നമ്മുടെ മാർത്തോമ പൈതൃകമുള്ള എല്ലാ സഭകളും ഒരുപോലെ സ്വീകരിക്കുന്ന ഒരു അടയാളമാണ് മാർത്തോമ സ്ലീവ. മൈലാപ്പൂരിലെ രക്തം വിയർത്ത കുരിശ്, അത് മാർത്തോമ സ്ലീവ എന്ന് പറയുന്നത് അതിന്റെ പലതരത്തിലുള്ള രൂപങ്ങൾ എല്ലാ സഭകളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലാ സഭകളിലും പുഷ്പിച്ച കുരിശ്, അതാണല്ലോ അതിന്റെ കേന്ദ്രം. കുരിശ് പുഷ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. കുരിശ് എന്ന് പറയുന്നത് സഹനത്തെയും മരണത്തെയും സൂചിപ്പിക്കുന്നെങ്കിൽ പുഷ്പിച്ച കുരിശ് വലിയ ഒരു പ്രത്യാശയുടെ അനുഭവം തരികയാണ്, ഉത്ഥാനത്തിലേക്ക് നമ്മളെ നയിക്കുകയാണ്. ക്രൈസ്തവ സന്ദേശം ഒന്ന് ചുരുക്കി പറയാമെന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും, ക്രൈസ്തവ സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഷ്പിച്ച കുരിശ് എന്നാണ് അർത്ഥം. കുരിശ് പുഷ്പിക്കുന്നു എന്നുള്ളതാണ് ക്രൈസ്തവ സന്ദേശം. നമ്മളിവിടെ മാർ തോമസ് തറയിൽ പിതാവിന്റെ വാക്കുകൾ കേട്ടു. എന്താണ് ശരിക്കും മാർത്തോമാ സ്ലീവായുടെ പ്രാധാന്യം സീറോ മലബാർ സഭയിൽ അല്ലെങ്കിൽ പൗരസ്ത്യ സഭയിൽ എന്ന് നമുക്ക് വ്യക്തമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിലെങ്കിലും സീറോ മലബാർ സഭയുടെ ആരാധനാക്രമങ്ങളിലും ദേവാലയങ്ങളിലും സുറിയാനി സഭയുടെ പാരമ്പര്യവും പൈതൃകവും അനുസരിച്ച് മാർത്തോമാ സ്ലീവ ഉപയോഗിക്കുവാൻ ബഹുമാനപ്പെട്ട വൈദികരും രൂപതയും തയ്യാറാകണം. അങ്ങനെ സീറോ മലബാർ സഭയുടെ പാരമ്പര്യം നിലനിർത്തുവാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ തക്സയിൽ ഐച്ഛികമായി കൊടുത്തിട്ടുണ്ട്, ചതുരത്തിൽ കൊടുത്തിട്ടുണ്ട്, ഡബിൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയുള്ള ന്യായീകരണങ്ങൾ പറഞ്ഞ് സഭയുടെ പരിശുദ്ധ ബലിയർപ്പണത്തെ വികലമാക്കുവാൻ ശ്രമിക്കരുത്. ഒരു രീതിയിൽ പറഞ്ഞാൽ ഇത്തരം ഐച്ഛികങ്ങൾ കൊടുത്ത് സഭയുടെ പരിശുദ്ധ ബലിയർപ്പണത്തെയും അതിന്റെ ആരാധനക്രമത്തെയും ഇത്തരം വികലമാക്കിയത് ആ തക്സ രൂപീകരിച്ചവർ തന്നെയാണ്. അത് ലിറ്റർജിക്കൽ കമ്മീഷൻ ആണെങ്കിലും അതിന് അംഗീകാരം കൊടുത്ത പരിശുദ്ധ സിനഡ് ആണെങ്കിലും തീർച്ചയായിട്ടും ഉടനെ നടക്കാൻ പോകുന്ന പരിശുദ്ധ സൂനകദോസിൽ മെത്രാൻമാർ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വിശ്വാസികളോടൊപ്പം നിന്നുകൊണ്ട് വോയിസ് ഓഫ് ട്രൂത്തും നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. വിശ്വാസികളുടെ ഇടയിലുള്ള ഈ കൺഫ്യൂഷൻ മാറ്റി പരിശുദ്ധ ബലിയർപ്പണത്തെ പൂർണ്ണമായിട്ടും ഏകീകൃത ബലിയർപ്പണമാക്കി തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിന് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഫരീദാബാദ് രൂപതയിലെ ഡൽഹിയിലെ വിശ്വാസികളുടെ പ്രശ്നങ്ങളൊക്കെ മാറി അവിടെയും പൂർണ്ണ രീതിയിൽ ഏകീകൃത ബലിയർപ്പണം നടക്കട്ടെ. എവിടെയെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് ഡൽഹി ഫരീദാബാദ് രൂപത സീറോ മലബാർ സഭയിലെ
ഉത്തമ രൂപതയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത്, സത്യത്തിന്റെ സ്വരം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ഞങ്ങൾക്ക് തന്ന സ്നേഹത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി. എല്ലാ പ്രേക്ഷകരോടും പങ്കുവെക്കുവാൻ ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇത്തരത്തിൽ മറ്റൊരു വിഷയവുമായി നിങ്ങളുടെ മുൻപിൽ വരുന്നതുവരെ നന്ദി, നമസ്കാരം.